വയനാട്ടിലെത്തിയാണ് സിദ്ധാർത്ഥിൻ്റെ ബന്ധുക്കൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് മൊഴി നൽകുക. ഒപ്പം ജിസ്ന തിരോധാനവുമായി ബന്ധപ്പെട്ട വാർത്തയുമുണ്ട്. അതുമായി ബന്ധപ്പെട്ട CBI അന്വേഷണവുമായി ബന്ധപ്പെട്ട അച്ഛൻ്റെ ഹർജിയുമായി ബന്ധപ്പെട്ട വാർത്തയുടെ വിശദാംശങ്ങളുണ്ട്. ഒപ്പം തെരഞ്ഞെടുപ്പ് വാർത്തകളും അങ്ങനെ സജീവമായ വാർത്തയുടെ ഒട്ടേറെ വിശദാംശങ്ങളാണ് ശാലിൽ നിന്നും ചോദിച്ചറിയേണ്ടത്. ആദ്യം നമുക്ക് സിദ്ധാർത്ഥിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ മൊഴിയെടുപ്പുമായി ബന്ധപ്പെട്ട വാർത്തകളിൽ നിന്നും തുടങ്ങാം. സുരേഷ്, നമസ്തേ, ഗുഡ് മോർണിംഗ്. സുരേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് പ്രധാനപ്പെട്ട കേസുകളുടെ നടപടികൾ ഇന്ന് പുരോഗമിക്കുകയാണ്. ആദ്യം സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണെങ്കിൽ പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ ദുരൂഹ മരണം നടന്ന സിദ്ധാർത്ഥിന്റെ കുടുംബം ഇപ്പോൾ വയനാട്ടിലാണ് ഉള്ളത്. ഇന്ന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ ഈ കുടുംബം കാണുന്നുണ്ട്. അവരെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ തന്നെയാണ് നേരിട്ട് വയനാട്ടിലേക്ക് വിളിപ്പിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് CBIയുടെ അന്വേഷണം, ഡൽഹി 2ാം യൂണിറ്റിന്റെ അന്വേഷണം ഒരു ഭാഗത്ത് പുരോഗമിക്കുകയാണ്. ആ ഘട്ടത്തിൽ തന്നെയാണ് നേരിട്ട് വയനാട്ടിലേക്ക് എത്താനുള്ള ആവശ്യം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അറിയിച്ചിട്ടുള്ളത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് പിതാവ് ജയപ്രകാശ് ഇന്നലെ വയനാട്ടിലേക്ക് പോയിട്ടുള്ളത്. ഇന്ന് രാവിലെ 10 മണിയോടുകൂടി ജയപ്രകാശിന്റെ മൊഴി കമ്മീഷൻ രേഖപ്പെടുത്തുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പോലീസ് സ്റ്റേഷന് സമീപത്ത് ആയിരിക്കും ഇദ്ദേഹത്തിന്റെ മൊഴി രേഖപ്പെടുത്തുക എന്നുള്ളതാണ് കുടുംബം ഇപ്പോൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ആദ്യം മുതൽ തന്നെ ഈ മരണവുമായി ബന്ധപ്പെട്ട് ചില ആശങ്കകൾ, ദുരൂഹതകൾ, ചില വ്യക്തികളുടെ പേരുകളൊക്കെ തന്നെ തുടക്കം മുതൽ ഈ കുടുംബം വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ ആദ്യഘട്ടങ്ങളിലെ അന്വേഷണം, സംസ്ഥാന പോലീസിന്റെ അന്വേഷണം ഒക്കെ തന്നെ കൃത്യമായ രീതിയിലേക്ക് പോയില്ല, കൃത്യമായ പ്രതികളിലേക്ക് പോയില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ കുടുംബം പിന്നീട് തുറന്നടിച്ച് രംഗത്തെത്തുകയും ചെയ്തിരുന്നു. സംസ്ഥാന പോലീസിന്റെ ഭാഗത്തു നിന്ന് ഗുരുതര വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. സർവകലാശാലയുടെ ഭാഗത്തു നിന്ന് ഗുരുതരമായിട്ടുള്ള വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. തെളിവ് നശിപ്പിക്കാനുള്ള ശ്രമങ്ങൾ പല ഘട്ടങ്ങളിൽ നടന്നിട്ടുണ്ട്. ഒരു കുട്ടിയെ അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിയെ ഇത്തരത്തിൽ മൃഗീയമായി കൊന്നു എന്നുള്ളതാണ് കുടുംബം ആരോപിക്കുന്നത്. ദിവസങ്ങളോളം പട്ടിണിക്കിട്ടു. അത് മാത്രമല്ല നിരന്തരമായി ശാരീരികമായി ഉപദ്രവിച്ചു, മാനസികമായി ഉപദ്രവിച്ചു, പൊതുമധ്യത്തിൽ നിർത്തി ആൾക്കൂട്ട വിചാരണ നടത്തിയതടക്കമുള്ള കാര്യങ്ങൾ കുടുംബം വ്യക്തമാക്കുന്നുണ്ട്. ഈ ഘട്ടത്തിൽ കൂടിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ കൂടി ഈ കാര്യത്തിൽ ഇടപെടുകയും ഇതുമായി ബന്ധപ്പെട്ട കേസും ഒക്കെ തന്നെ അവർ എടുക്കുകയും ചെയ്തത്. ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ നേരിട്ട് ആദ്യമായൊരു ഹിയറിംഗ് ആണ്. ഇതിന്റെ ഭാഗമായിട്ടാണ് അച്ഛന്റെ മൊഴിയെടുക്കാൻ ഇപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ കുടുംബത്തെ നേരിട്ട് വയനാട്ടിലേക്ക് വിളിപ്പിച്ചിട്ടുള്ളത്. എന്തായാലും ഈ ആശങ്കകൾ, പിതാവിന് പറയാനുള്ള ആശങ്കകൾ, ദുരൂഹതകൾ, കേസുമായി ബന്ധപ്പെട്ട് ഇനി ആരുടെയെങ്കിലും പേരുകൾ ഉണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളും സർവകലാശാലയുടെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതര പിഴവുകളും വീഴ്ചകളും ഇന്ന് കമ്മീഷന് മുൻപാകെ കുടുംബം വ്യക്തമാക്കും എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസമാണ് CBI അന്വേഷണത്തിന്റെ ഭാഗമായിട്ടുള്ള മൊഴിയെടുപ്പ് പിതാവിൽ നിന്നും നടന്നത്. അന്നും ഇത്തരത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും പോലീസിന്റെ മെല്ലെപ്പോക്ക്, അത് ചില ഉന്നത രാഷ്ട്രീയ ഇടപെടൽ കൊണ്ടാണ് ഈ മെല്ലെപ്പോക്കും ചില നടപടികൾ വൈകിപ്പിക്കലും ഉണ്ടായത് എന്നത് അടക്കമുള്ള കാര്യങ്ങൾ കുടുംബം CBIക്ക് മുൻപിൽ നൽകിയ മൊഴിയിൽ പറയുന്നുണ്ട്. സ്വാഭാവികമായും അച്ഛൻ ഏറ്റവും കൂടുതൽ ഉയർത്തിക്കാട്ടിയ ഒരു പേര് അക്ഷയ് എന്നുള്ളതാണ്. കാരണം ഈ മരണവുമായി ബന്ധപ്പെട്ട് ഏറെ ബന്ധമുള്ളത് അക്ഷയ്ക്കാണ്. പക്ഷേ അക്ഷയ് ചോദ്യം ചെയ്യാനൊന്നും വിളിപ്പിക്കാത്തതിൽ ചില ആശങ്കകൾ പിതാവ് രേഖപ്പെടുത്തുകയും ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ CBI അക്ഷയെ മൊഴി രേഖപ്പെടുത്താൻ വിളിപ്പിക്കുകയൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. കൂടുതൽ ആളുകളിലേക്ക് ഈ അന്വേഷണം പോകുന്ന സാഹചര്യത്തിൽ കൂടിയാണ് പ്രധാനമായൊരു നടപടിയിലേക്ക് അല്ലെങ്കിൽ നിർണായകമായൊരു നടപടിയിലേക്ക് ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ കൂടി കടന്നിട്ടുള്ളത്. എന്തായാലും കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷൻ കൂടി ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുമായി ബന്ധപ്പെട്ട മൊഴി ഇന്ന് രേഖപ്പെടുത്തും. അതിനുശേഷമായിരിക്കും കോളേജിനെതിരെയോ അല്ലെങ്കിൽ അവിടുത്തെ ഡീനിനെതിരെയോ മറ്റേതെങ്കിലും തരത്തിലുള്ള നടപടികൾ ഉണ്ടാകണമോ എന്ന കാര്യത്തിൽ അന്തിമമായ ഒരു തീരുമാനം പറഞ്ഞതുപോലെ തന്നെയാണ്. സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഒരു നീതി ഉണ്ടാകുന്നില്ല, നീതി ലഭിക്കുമെന്ന പ്രതീക്ഷയില്ല എന്ന് തന്നെയാണ് ജയപ്രകാശ് അടക്കം നിരവധി തവണ മാധ്യമങ്ങളോട് പറഞ്ഞത്. കാരണം SFI പ്രവർത്തകരാണ്, SFI നേതൃത്വമാണ് പ്രതിക്കൂട്ടിലായതുകൊണ്ട് തന്നെ പോലീസിന്റെ അന്വേഷണം സുതാര്യമാകില്ല എന്ന് എവർക്കും അറിയുന്നതുമാണ്. അതുകൊണ്ട് തന്നെയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെയും ദേശീയ അന്വേഷണ ഏജൻസിയുടെയും ഇടപെടൽ അത്രത്തോളം പ്രതീക്ഷയുടെ കുടുംബവും പൊതുസമൂഹവും നോക്കിക്കാണുന്നത്.